ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കേരള സ്പൈസി മിക്സ്ഡ് ആണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അളവുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള നല്ല ഒരു മിക്സർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല തനി നാടൻ സ്റ്റൈലിൽ തയ്യാറാക്കുന്ന ഈ സ്പൈസി കേരള മിക്സ്ചർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മിക്സ്ചർ തയ്യാറാക്കാൻ ആദ്യം സേവിനുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 1/4 കപ്പ് അളവിൽ കടലമാവും 1/4 കപ്പ് അളവിൽ അരിപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായം എന്നിവ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. സേവ് തയ്യാറാക്കാനുള്ള ഡോ തയ്യാറാക്കിയെടുത്തതിന് ശേഷം ബൂന്തി തയ്യാറാക്കാനുള്ള മാവ് റെഡിയാക്കണം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിൽ 1/4 കപ്പ് അളവിൽ കടലമാവും മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ആയ കപ്പലണ്ടി, പൊട്ടുകടല, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി സേവ് തയ്യാറാക്കിയെടുക്കാം. അതിനായി സേവനാഴിയിലേക്ക് നേരത്തെ തയ്യാറാക്കി എടുത്തു വെച്ച സേവിൻ്റെ മാവ് ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. സേവ് തയ്യാറാക്കുമ്പോൾ സേവനാഴിയിലെ ഏറ്റവും ചെറിയ ഹോളുള്ള അച്ച് വേണം എടുത്ത് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ ചൂട് തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് ആകുമ്പോൾ തിരിച്ചിട്ട് അപ്പുറ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. സേവ് എല്ലാം നന്നായി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കി സേവ് ഇതുപോലെ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ബൂന്തി തയ്യാറാക്കിയെടുക്കാം. ബൂന്തി തയ്യാറാക്കുന്നതും സേവ് തയ്യാറാക്കിയ അതേ എണ്ണയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഹോൾസ് ഉള്ള ഒരു കണ്ണാപ്പയുണ്ട്, അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കും. ഇതെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടേ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ, അല്ലെ ഇത് കരിഞ്ഞു പോവും. അങ്ങനെ ബൂന്തിയും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ചേരുവകളായ കപ്പലണ്ടി, പൊട്ടുകടല, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതെല്ലാം ഒരേ എണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കപ്പലണ്ടിയും പൊട്ടുകടലയും ഒക്കെ എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ പാകം കൃത്യമായിട്ട് അറിയാൻ ആദ്യം ഇടുമ്പോൾ നല്ല പതഞ്ഞു വരും എണ്ണ. ലാസ്റ്റ് ആ എണ്ണയുടെ പാതയെല്ലാം നിൽക്കുന്ന സമയമാണ് അതിൻ്റെ കറക്റ്റ് പാകം. അങ്ങനെ ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, വലുപ്പത്തിൽ കിടക്കുന്ന സേവ് കൈ കൊണ്ട് ഒന്ന് ചെറുതാക്കി എടുക്കണം. കൈ കൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് പാകത്തിന് ആയിക്കോളും. ഇങ്ങനെ എല്ലാം ചെറുതാക്കി എടുത്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ചേർക്കാം. ഇങ്ങനെ എല്ലാം ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മുളക് പൊടി, കായപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മുളക് പൊടി ചേർക്കുമ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുക. കായം ചേർക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടിപ്പോയാൽ കയ്പ്പ് വരും. കായപ്പൊടി ഒരു നുള്ളൊക്കെ മതിയാവും. ഉപ്പ് പാകത്തിന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മിക്സ്ചറാണ്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ കേരള സ്പൈസി മിക്സ്ചർ വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. ഇതുപോലെ സമയം കിട്ടുമ്പോൾ മിക്സ്ചറൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിലേക്ക് ചേർക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.